ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് നമുക്കൊരു സിമ്പിൾ ഊണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം കോവയ്ക്ക ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിതുപോലെ കോവയ്ക്ക ചെറുതായിട്ട് നീളത്തിൽ കട്ടി കുറഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കോവയ്ക്ക അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം നമുക്കതിനകത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കോവയ്ക്കകത്ത് കുറച്ച് വെള്ളമുണ്ടല്ലോ, അപ്പോൾ ഇത് അതിനകത്തോട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ അത് കറക്റ്റായിട്ട് വന്നോളും. പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ മീനിനൊക്കെ മസാല തേച്ച് വെക്കുന്ന പോലെ ഇത് കോട്ട് ചെയ്ത് വെക്കുവാണ്. കണ്ടോ, ഇത് ആ കോവയ്ക്കയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ആ മസാലയിൽ മിക്സായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. ഇത് ചീനിച്ചട്ടിയോ പാനോ ഇതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് തൊടാതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ അങ്ങനെ ഒന്നിൻ്റെ പുറത്ത് ഒന്നത് തൊടാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഇത് ഓരോന്നും നല്ല രീതിയിൽ പറന്ന് കിട്ടുകയും ചെയ്യും. ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ ഇട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രീതിയിൽ 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ചെറിയ തീയിൽ വേണേ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുമ്പളങ്ങ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. കുമ്പളങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ഉള്ളി, തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് അരപ്പ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് അടുപ്പ് ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം മോരൊഴിക്കാനായിട്ട്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മോരൊന്ന് സൈഡ് നല്ലപോലെ ഇളക്കി എല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാം. കാരണം അടുപ്പത്ത് കൂടുതലിരുന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ ചൂടായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ അടുപ്പത്ത് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുവും ഉലുവയും അതുപോലെ വലിയ മുളകും ഡ്രൈ ചില്ലിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ കടുക് പൊട്ടി ചേർത്തത്. ഇനി ഉണ്ടാക്കുന്ന ഒരു മുട്ട ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മുട്ട ബോയിൽ ചെയ്തെടുക്കണം. അതൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതുപോലെ ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ച് വിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നെങ്കിൽ മുട്ട ഇതുപോലെ അടിച്ചെടുത്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വേറൊരു മുട്ട അതിൻ്റെ പുറത്തോട് പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് സവോള, പച്ചമുളക്, കറിവേപ്പില, അതിന് ശേഷം ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിരിച്ച് മറിച്ച് വിടുമ്പോൾ ഏകദേശം ഇതുപോലെ 2 സൈഡും ഒരു ബൺ എഗ്ഗ് പോലെ നമുക്ക് കിട്ടും. എഗ് ബൺ പോലെയാണ് വരുന്നത്. കറക്റ്റായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റ് പോലെയാണ് വരുന്നത്. പക്ഷേ ഇത് അതിനകത്ത് നമ്മൾ ആദ്യൊരു ബോയിൽ എഗ്ഗും പിന്നെ അതിന് ശേഷം മറ്റത് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ് വരുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ് പ്രിപ്പറേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഇതുപോലൊരു ഇഡലി പോലെയോ ബൺ ദോശ പോലെയോ ഒക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കാണാൻ പറ്റും. മുകളിലിങ്ങനെ കവറായിട്ട് നമ്മൾ രണ്ടാമതായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന മുട്ടയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് വൈറലായിട്ട് കുറച്ച് നാളായി അങ്ങനെയുള്ള ആ ഒരു എഗ് പ്രിപ്പറേഷൻ. അപ്പോൾ അതും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ബാക്കി ഉണ്ടാകുന്ന കുറച്ച് പപ്പടം കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷേ എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ഊണാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും